ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇല്ലിക്കൽ കല്ലിലേക്കാണ്. പോകും വഴി കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് അങ്ങനെ പോകാം. തീക്കോയി ആറ്റുകാവ് ദേവി മഹേശ്വര ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങളാണ് ഈ കാണുന്നത്. മംഗളഗിരി നിവാസികൾക്ക് ആശംസകൾ. ഈ തൂക്കുപാലത്തിനും ഈ സ്ഥലത്തിനും ഒരു ചരിത്രമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ പണിത തീക്കോ എസ്റ്റേറ്റാണിത്. കൊത്തുകാപ്പള്ളിക്കാരാണ് ഈ എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഏകദേശം 2500 ഏക്കർ വിസ്തൃതിയിലാണ് ഈ സ്ഥലം ഇപ്പോൾ നിലനിൽക്കുന്നത്. പേരയ്ക്ക കണ്ടാൽ ഞങ്ങൾ വിടുവോ? പേര കണ്ടപ്പോൾ ജോഷി ചാടി ഇറങ്ങി 2 പേരയ്ക്കയും പറിച്ച് അതും കഴിച്ചാണ് ഇല്ലിക്കുന്ന് തൂക്കുപാലത്തിന് യാത്ര പറഞ്ഞത്.
ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും വേറെ ചെയ്യാത്ത സ്ഥലമാണ്. ആ അതെ അതെ ഭയങ്കര അഡ്വഞ്ചർ ഓടിക്കേ. അതെ. നല്ല ടഫ് സീനാണ്. കാര്യം ഞങ്ങൾക്ക് മുമ്പേ കയറി 2-3 പിള്ളേർ കയറി പകുതി പോലും ആയില്ല. അതിന് മുമ്പ് അവർ താഴോട്ട് പോയി. ആൾക്കാരൊക്കെ ഇവിടെ നടന്ന് കയറി വരുന്നുണ്ട്. ഇൻസ്റ്റാ ചാനലല്ല, യൂട്യൂബ് ചാനലാ. കുഴപ്പമില്ല. നമ്മൾ ജോൺ റൈഡർ. നമ്മൾ ഈ കയറി ചെല്ലുന്നതിൻ്റെ ഒരു ഇതുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ അവിടെ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് ഇങ്ങോട്ട്, ഈ വഴി ഫസ്റ്റ് ടൈം അല്ലേ? ആണോ? ആ ഞാനും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നാ? തൊടുപുഴ തന്നെ. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾ കോട്ടയം. പിള്ളേരെ നിങ്ങൾ ഇല്ലിക്കലിൻ്റെ മേളിൽ കയറി വരുന്ന വഴിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അഡ്വഞ്ചർ അല്ലേ? നമുക്ക് എത്ര പ്രായമുള്ളവർക്ക് വേണം കയറി പോകാൻ പറ്റുന്നേ? ഏജ് ആ മനസ്സ് ഇൻട്രസ്റ്റ് പോലെ എത്ര പ്രായത്തിൽ വേണമെങ്കിലും കയറി പോവാം. ആർക്ക് വേണമെങ്കിലും കയറാം. മനസ്സ് ഉണ്ടായാൽ മാത്രമേ മതി, കയറാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ 2 പാറ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അടിപൊളിയാണ്. ആണല്ലേ? അടിപൊളി. എന്നാൽ ഞങ്ങളൊന്ന് കയറിയിട്ട് വരാം. അപ്പോൾ പേരെങ്ങനെ വെച്ചിൻ്റെ? അഭിനവ്, യദു, അനന്തു. നിങ്ങളെ തൊടുപുഴയിൽ നിന്ന് വരുന്നല്ലേ? ഓക്കെ പിള്ളേരെ, അപ്പോൾ ടാറ്റ. താങ്ക് യു സോ മച്ച്. ജോഷിമാനൊക്കെ മടുത്തു എന്നാട്ടോ പറയുന്നത്. ജോഷിമാനൊക്കെ ഇവിടെ വരെ വന്നപ്പോൾ തന്നെ മടുത്തു എന്നാണ് പറയുന്നത്. പിള്ളേർ പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോകാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ 360 വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ദുർഘടം പിടിച്ച വഴിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളി. ബാഗൊക്കെ താഴെ വെച്ചു. താഴെ യമുന എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കടയിലാണ് ബാഗ് വെച്ചത്. അവിടുന്ന് നാരങ്ങ വെള്ളം കുടിച്ചു. അവിടെ പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് കിട്ടും, പിന്നെ നൂഡിൽസും കിട്ടും. അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടും. കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. യമുന ചേച്ചിയുടെ കടയിൽ നിന്ന് കഴിക്കാം. നല്ല അടിപൊളി സെർവിങ് ആണ് ചേച്ചി, നന്നായിട്ടുണ്ടാകും. നമുക്ക് അവിടെ നിന്ന് കയറി കഴിക്കാൻ തോന്നി. ഞാൻ അണച്ചു കേട്ടോ, എനിക്ക് മേലെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് മേളിൽ ചെന്ന് കാണാം. സംസാരിച്ച് ഇനി എൻ്റെ എനർജി കളയുന്നില്ല. അതെ അതെ. ഇല്ല പറഞ്ഞു കുഴപ്പമില്ല. ഇത് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ് അല്ലേ ബ്രോ? ബ്രോയുടെ പേരെങ്ങനെ? ജോബിൻ ഇടുക്കിക്കാരനാണ്. ജോബിൻ ഈ മലയൊന്നും വലിയ പുത്തിരിയല്ലെന്നാണ് പറയുന്നത്. വിഷയമുള്ള കേസല്ല. ഇടുക്കിക്കാരുടെ കാര്യം അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇടുക്കിക്കാരുടെ കാര്യം അവർ കാണാതെ മലയൊന്നുമില്ല. അവർ പുട്ടുപോലെ കയറി പോവും. നമ്മൾ കുറച്ച് മടുക്കും, എന്നാലും നമ്മൾ കയറും. അതാണ്. താങ്ക് യു. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഞങ്ങളിത് ജോഷിമാനം ഉണ്ടാവും, താഴെപ്പുണ്ടാവും. അവൻ ഇങ്ങോട്ട് കയറുന്നില്ല, ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് കയറുന്നില്ല. ഞങ്ങൾ 2 പേരും ഇങ്ങോട്ട് കയറി. ഇച്ചിരിയല്ല, നല്ല റിസ്ക്കാണ്. ഈ ഇത്രയൊക്കെ പിടിച്ച് അള്ളി പിടിച്ച് പാറയിലൊക്കെ പിടിച്ച് കിടന്നൊക്കെ വേണം കയറി വരാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല മനസ്സ് വേണം, ധൈര്യം വേണം കയറി വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മഴയുള്ള സമയത്ത് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കയറി വരാം. കാരണം വെച്ചാൽ എല്ലാം തെന്നി കിടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് കയറി വരിക. ഏകദേശം നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ, എല്ലാവരും പോകുന്ന ഫ്രണ്ട് സൈഡാണ്, നമ്മൾ ബാക്ക് സൈഡിൽ റീച്ച് ആയിട്ടുണ്ട്. ഇനി ഒരു കുറച്ചല്ലേ ബ്രോ, ഒരു കുറച്ചും കൂടെ കയറിയാൽ നമ്മൾ ബാക്ക് സൈഡിൽ എത്തുന്ന. അപ്പോൾ എല്ലാവരും കാണുമല്ലേ? അതെ പോയേക്കോ. അപ്പോൾ നമ്മൾ ഇതേണ്ട ആ കാണുന്ന കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ജോയിൻ ബ്രോ പറയുന്നത് നല്ല റിസ്ക് ആണെന്നാണ്. ഇതുണ്ടോ കയറി പോകുന്നുണ്ടോ, നല്ല ഹെവിയാണ് കേട്ടോ. ബാക്ക് സൈഡാണ് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ വീഡിയോയിൽ അധികം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തെന്നി താഴെ പോവും. അതുകൊണ്ട് നമുക്കിനി മേളിൽ ചെന്ന് കാണാം. ഇവിടെയൊക്കെ കയറി പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് കയറി പോകുന്നത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലേ നമ്മൾ മേളിൽ കയറി ചെന്ന് കഴിയുമ്പം അവിടെയാണ് ഹെവൻ അല്ലേ ബ്രോ? വേറെയാണ്. അപ്പോൾ നമുക്ക് മേളിൽ ചെന്ന് കാണാം കേട്ടോ.
ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. ഒരു വണ്ടച്ചാർ എൻ്റെ ചെവിയുടെ സൈഡിൽ കൂടെ പോയി. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ, അല്ലേ ജോയിൻ ബ്രോ? ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ അതൊന്നും കാണാൻ പറ്റില്ല. ട്രാവൽ ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ കാലിക്കുപ്പി ഇരിപ്പുണ്ട്, ഞാനിത് താഴെ കൊണ്ടേ കളയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ വേറെ തീരുമാനം എടുക്കുവാണെങ്കിൽ നമുക്കിവിടുന്ന് ഉള്ള കാലിക്കുപ്പിയൊക്കെ കളയാം. ഇത് അങ്ങോട്ട് കുത്തി കയറ്റമാണ്, ഞാൻ അവിടെ കയറിയിട്ട് വീഡിയോ എടുക്കാവേ. ഏറെക്കുറെ നമ്മൾ ഇവിടെ കയറി ഇതിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൻ്റെ മുകളിൽ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് അങ്ങോട്ടൊന്ന് പോയാലോ, അവിടെ പോയിട്ട് പോവാം. ഇത് കണ്ടോ, ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വ്യൂ. നമ്മൾ കയറി വന്ന് ആ വഴി കാണാൻ പറ്റും. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സ്ഥലമാണ്. ഞങ്ങൾ അയ്യോ അടിപൊളിയായിരുന്നു. അതിൻ്റെ മണ്ടയിലൊന്ന് കയറിയിട്ട് വരാം. ഇതുണ്ടോ, ഇതുണ്ടോ, നല്ല കുഴി കേട്ടോ അവിടെയൊക്കെ. നമുക്ക് അവിടെ ഈ പാറയുടെ മണ്ടയിൽ കയറിയിട്ട് വരാവേ. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കണല്ലോ. വാ, ഈ പാറയാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. അയ്യോ, ഇത് നമ്മൾ വന്ന വഴി കണ്ടോ, നമ്മൾ വന്ന വഴി ഏത്? ഞങ്ങൾ ഇതുവഴിയാണ് കയറി വന്നത് കേട്ടോ, ഈ മലയുടെ സൈഡ് വഴി ഇങ്ങനെ കയറി. ജോയിൻ ബ്രോ ഉണ്ട് അവിടെ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻ ബ്രോ ഇങ്ങോട്ട് വരുവാ. ഈ സാഹസിക യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗം ഉടൻ വരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അല്ലേ? യാത്ര അവസാനിക്കുന്നില്ല.